എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ നേവി സോൾജിയേഴ്സ് അതിൽ കുറച്ചു പേര് ആ ഓങ്ഷൻ ഹൗസിന്റെ അകത്തേക്ക് വരാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റി അവിടെ സ്റ്റക്കായി കിടക്കുന്ന ആ സെലസ്ട്രിയൽ ഡ്രാഗൺസ് അവരെങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ്. അപ്പൊ അവർ കാണും ദൂരത്തായിട്ട് അറ്റാക്കിൽ പെട്ടുകിടക്കുന്ന ആ സെലസ്ട്രിയൽ ഡ്രാഗൺസ്. അതിനു ചുറ്റും നമ്മുടെ ആൾക്കാരും മറ്റു ചില പൈററ്റ്സും. ഉടനെ അതിൽ ഒരു നേവി സോൾജിയർ അടുത്തുള്ളവനോട് ചോദിക്കും, നമുക്കാദ്യം ആ പൈററ്റ്സിനെ അവരെ മുഴുവൻ ഷൂട്ട് ചെയ്ത് കൊന്നാലോ? അതിന് ഓപ്പോസിറ്റ് ഉള്ളവൻ പറയും, വേണ്ട, ആദ്യം നമുക്ക് ആ ഹോസ്റ്റേജുകളായിട്ടുള്ള ഡ്രാഗൺസിനെ അവരെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അതിനുള്ള പദ്ധതി ഇടുകയാണ്. അതേസമയം ഇവിടെ ലൂഫിയും മറ്റു രണ്ട് പൈററ്റ് കിങ്സും അവര് 3 പേരും ഇപ്പൊ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ആ നേവി സോൾജിയേഴ്സിനെ അവരെ തകർക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. മറയുന്ന ആൾക്കാർക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം നമ്മുടെ ആൾക്കാരോട് 3 പേരോടും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ലെന്ന്. പക്ഷേ അഡ്മിറൽസ് അവരെത്തിക്കഴിഞ്ഞാൽ ഇവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. അതുവരെ ഫൈറ്റ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവര് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ഉടനെ നമ്മുടെ മഞ്ഞ ടീഷർട്ടുകാരൻ അവനാണെങ്കിൽ ഒരു സോൾജിയറിന്റെ തല അത് ജീവനോടുകൂടെ പറിച്ചെടുത്ത് ആ സോൾജിയേഴ്സിന് നേരെ തന്നെ വലിച്ചെറിയും. അവൻ വലിച്ചെറിഞ്ഞ തല അതിപ്പോ കറക്റ്റായിട്ട് ഒരുത്തൻ അവൻ ക്യാച്ച് ചെയ്യും. ആ തലയ്ക്ക് ഇപ്പോഴും ജീവനുണ്ട്. അവന്റെ ബോഡി ആണെങ്കിൽ തീയിൽ കത്തി എരിയാണ്. ഉടനെ കൂടെ ഉണ്ടായിരുന്നവര് വെള്ളമൊക്കെ ഒഴിച്ച് അത് അണയ്ക്കും. മഞ്ഞ ടീഷർട്ടുകാരനാണെങ്കിൽ ഇപ്പൊ വീണ്ടും അവർക്ക് നേരെ കൈ നീട്ടും. അതുകൊണ്ട് ആ തല പറയും, പ്ലീസ് ദയവ് ചെയ്ത് അവരുടെ കയ്യിൽ ആരും പെടരുത്. അവരുടെ കയ്യിൽ പെട്ടുപോയ അന്ന് എല്ലാവരുടെ അന്ത്യമാണ്. പക്ഷെ മഞ്ഞ ടീഷർട്ടുകാരൻ അവൻ വെറുതെ ഇരിക്കില്ല. അവൻ വലിയൊരു ഗ്ലോബ് പോലെ അവർക്ക് നേരെ ക്രിയേറ്റ് ചെയ്യും. അതിലവരെ ലോക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഗ്ലോബിലുള്ളവരെ അറഞ്ചം പുറഞ്ചം വെട്ടി അവരുടെ ബോഡി പാർട്സ് അതങ്ങനെ തകർത്ത് താഴെയിടാണ്. ഇവിടെ ലൂഫി അവന്റെ വിരലെടുത്ത് അങ്ങനെ ഊതാൻ തുടങ്ങും. അവന്റെ പവർ അത് 3rd ഗിയറിലേക്ക് എൻഹാൻസ് ചെയ്ത് ആ കൈ അതങ്ങനെ വലുതാക്കുകയാണ്. ഓൾറെഡി അവിടെ ഒരുപാട് നേവി സോൾജിയേഴ്സ് ഉണ്ട്. അവരെ ഒരൊറ്റ അടിക്ക് ദൂരേക്ക് അടിച്ചു തെറിപ്പിക്കാനാണ് ലൂഫിയുടെ പ്ലാൻ. മറ്റൊരു പൈലറ്റ് ആണെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന പീരങ്കി വെപ്പൻസ് അത് മുഴുവൻ മുകളിലേക്ക് ഉയർത്തും. അത് ചെയ്തത് ആ ചെമ്പ മുടിക്കാരനാണ്. അവനാണെങ്കിൽ ആ വെപ്പൻസ് എല്ലാം ചേർത്ത് ഒരു കൈ പോലെ ക്രിയേറ്റ് ചെയ്യും. ആ മഞ്ഞ കുപ്പായക്കാരനാണെങ്കിൽ ആ നേവി ഓഫീസേഴ്സ് അവരെല്ലാവരെയും അച്ചറം പൊച്ചറം ആ ഗോളത്തിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഓരോരുത്തരുടെയും ബോഡി പാർട്സ് അത് മാറ്റി മാറ്റി മറ്റുള്ളവരുടെ ബോഡിയിൽ ഫിക്സ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ആ ലൂഫിയും ചെമ്പമുടിയനും അവർ രണ്ടുപേരും ക്രിയേറ്റ് ചെയ്ത കൈകള് അതങ്ങനെ വീശിയെടുത്ത് സോൾജിയേഴ്സിനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. ഇപ്പൊ സമയം കഴിയുമ്പോൾ നമ്മുടെ ബാക്കി ടീംമേറ്റ്സ് അവർ പുറത്തേക്ക് വരും. പുറത്താണെങ്കിൽ ഇപ്പൊ നേവി സോൾജിയേഴ്സ് എല്ലാവരും ഒരുപാട് അടിയിടിയൊക്കെ കിട്ടി അങ്ങനെ വീണ് കിടക്കുകയാണ്. ഒരു ഫൈറ്റ് ചെയ്ത ആ ഒരു സ്ഥലം അത് മുഴുവൻ വലിയൊരു വേസ്റ്റ് ബിന്ന് പോലെ ആയിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ലൂഫി അവൻ ഡയറക്റ്റ് ആയിട്ട് 3rd ഗിയറിലേക്ക് പോയതുകൊണ്ട് തന്നെ സൈസ് ഒക്കെ ചെറുതായി കുഞ്ഞൻ ലൂഫിയായി മാറി. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ മെയിൻ ഓഫീസറിനെ കാണിക്കും. ആൾക്കാണെങ്കിൽ ഇൻഫർമേഷൻ കിട്ടും ആ ഓങ്ഷൻ ഹൗസിൽ അവിടെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് എല്ലാവരും പരുക്കുപറ്റി ബോധം കെട്ട് കിടക്കുകയാണെന്ന്. മെയിൻ പൈററ്റ്സ് എല്ലാവരും ഇപ്പൊ ഓങ്ഷൻ ഹൗസിന്റെ പുറത്തുണ്ടെന്ന്. അത് കേൾക്കേണ്ട താമസം ആളാണെങ്കിൽ ഇപ്പൊ ഓങ്ഷന്റെ ഫ്രണ്ടിലുള്ള നമ്മുടെ ആൾക്കാരെ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പീരങ്കിയും ഗണ്ണും ഒക്കെ ലോഡ് ചെയ്യും. ആ നേവി ടീംസ് അവർ വമ്പൻ ആയുധങ്ങളൊക്കെ ആയിട്ട് ഓടി വരുന്ന കണ്ട് ലൂഫി ആണെങ്കിൽ 32 പല്ലും കാണിച്ച് അങ്ങനെ ഇളിച്ചു നിൽക്കും. ബാക്കി 2 പൈററ്റ്സ് ക്യാപ്റ്റൻസ് അവർ വണ്ടടിക്കും. ഉടനെ അതിലൊരു സോൾജിയർ വലിയൊരു ആക്സ് എടുത്ത് ചെമ്പമുടിയൻ പൈററ്റിനെ അവനെ വെട്ടാനായിട്ട് വരികയാണ്. അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അതേ ആക്സ് നേവി സോൾജിയറിന്റെ ബോഡിയിൽ തന്നെ ആഞ്ഞടിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ലൂഫി പറയാ, എനിക്കിവിടെ ഇനിയും ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ആ 1 പീസ് ട്രഷർ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് കേൾക്കേണ്ട താമസം ബാക്കിയുള്ള 2 പൈററ്റ്സ് അവർ 1 സെക്കൻഡ് ഫ്രീസായി ലൂഫിയെ തന്നെ നോക്കും. ആ ചെമ്പമുടിയൻ പൈററ്റ് അവൻ ലൂഫിക്ക് നേരെ അങ്ങനെ ടേൺ ചെയ്യും. ഞാനും അതേ 1 പീസിന് വേണ്ടി തന്നെയാണ് ഇവിടേക്ക് വന്നത്. ഉറപ്പായിട്ടും നമ്മുടെ ന്യൂ വേൾഡിൽ വെച്ച് ഒരിക്കൽ കൂടെ കാണുമെന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ടീംമേറ്റ്സുമായിട്ട് അവിടുന്ന് കടന്നു പോകാൻ തുടങ്ങും. അതേസമയം മറ്റൊരു പൈററ്റ് സോൾജിയർ അവൻ വലിയൊരു സ്ക്വാഡ് എടുത്ത് നമ്മുടെ മഞ്ഞ ടീഷർട്ടുകാരൻ അവന് നേരെ ആഞ്ഞു വെട്ടുകയാണ്. അടുത്ത സെക്കൻഡ് അവന്റെ കരടി അതാ നേവിക്കാരനെ പിടിച്ചു വലിച്ച് അറഞ്ചം പൊറഞ്ചം ഇപ്പൊ ആഞ്ഞെട്ടിക്കും. അതേസമയം ഇവിടെ ലൂഫിയുടെ അടുത്തേക്ക് അവന്റെ അടുത്തേക്ക് നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും എത്തിക്കഴിഞ്ഞു. അവരെ കണ്ട് ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ആവേശം. അവൻ കൈ ചുരുട്ടി ആ നേവി ഫോഴ്സിനെ ഇടിക്കാൻ അങ്ങനെ റെഡിയായിട്ട് ചാടി നിൽക്കും. അപ്പോഴായിരിക്കും വമ്പ ശബ്ദവും ബഹളമൊക്കെ ഉണ്ടാക്കി
ആ ഫിഷ്മാൻ റൈഡേഴ്സ് അവരിപ്പോ അവിടേക്ക് വരിക. ലൂഫിക്കാണെങ്കിൽ അവരെ കണ്ട് ഭയങ്കര സന്തോഷാവും. ഓക്കെ, അവരും ഈ ഫൈറ്റിൽ ചേരട്ടെ എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവരെയും അവിടെ ക്ഷണിക്കും. അതേസമയം ബ്രൂക്ക് അവനവന്റെ വയലിനെടുത്ത് നല്ല അടിപൊളിയായിട്ട് വായിക്കുകയാണ്. അവന്റെ മ്യൂസിക് ഒക്കെ കേട്ട് അവിടെ ഉണ്ടായിരുന്ന നേവി ടീംസ് അവരാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങും. നേവി ടീംസ് മാത്രമാണോ നോക്കിയാ അല്ല, നമ്മുടെ ലൂഫിയും ആ ടൂണൊക്കെ കേട്ട് നന്നായിട്ട് ഉറങ്ങാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒരു പൈററ്റ് ഹെഡ് അവനാണെങ്കിൽ ഇപ്പൊ നേവി ആൾക്കാരെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. അത് കണ്ട റോബിൻ അവളാണെങ്കിൽ അവളുടെ കൈ ഉപയോഗിച്ച് ആ നേവി സോൾജിയേഴ്സിനെ അവരറഞ്ചം പുറഞ്ഞ് തല്ലി ദൂരേക്ക് തെറിപ്പിക്കും. അത് കണ്ട അവന്റെ സോൾജിയേഴ്സ് ഒരു റോബിനോട് പറയും താങ്ക് യു വെരി മച്ച്. ആക്ച്വലി ഇവനെ ആ നേവി ടീം അവർ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. അതുകൊണ്ട് മാസ്റ്ററിനാണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ ഒരുപാട് പേടിയാണ്. സത്യത്തിൽ നീ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും അവരില്ലാതാക്കിയേനെ. നേവി ടീംസ് ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ഓരോ ഭാഗത്തു നിന്നും നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ ഒരുപാട് ബോംബൊക്കെ വലിച്ചെറിയും. മറ്റൊരു ഭാഗത്ത് ചോപ്പർ അവന്റെ ബോഡി ജയന്റ് ആക്കി മാറ്റി കൊമ്പൊക്കെ ഉപയോഗിച്ച് ആ നേവി ടീംസിനെ കുത്തി ദൂരേക്ക് എറിയും. സോറോ ആണെങ്കിൽ ബംബ സ്റ്റൈലില് അവന്റെ 3 സ്ക്വാഡ് അതുപയോഗിച്ച് അറിഞ്ഞ പുറഞ്ഞ് അറ്റാക്ക് ചെയ്യും. ലൂഫി നിലവിളിച്ചു പറയും നമുക്കിനി ഒട്ടും ടൈമില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ നമ്മുടെ ടീമേറ്റ്സ് സിഗ്നൽ കാണിക്കും. അത് കാണേണ്ട താമസം എല്ലാവരും ടീമായിട്ട് ഓരോ വഴിക്ക് ഓടുകയാണ്. ആ നേവി ടീംസ് വിടില്ല, അവരുടെ പിന്നാലെ പോയി നമ്മുടെ ആൾക്കാരെ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് അവർ ഓരോ ഭാഗത്തേക്ക് നല്ല സ്പീഡിൽ ഓടും. രാമയാണെങ്കിൽ തണ്ടർ ബോൾട്ട് പവർ അതുപയോഗിച്ച് ഒരു കൂട്ടം നേവി ഫോഴ്സിനെ തകർത്തില്ലാതാക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ മഞ്ഞ ടീഷർട്ടുകാരൻ അവനാണെങ്കിൽ പുറത്തേക്ക് വന്ന ആ ജീൻ പാർട്ട് അവന്റെ കഴുത്തിലുള്ള ബെൽറ്റ് അത് വെട്ടിയെറിഞ്ഞ് അവനോട് ചോദിക്കും നിനക്കും എന്റെ ടീമിൽ ചേരാൻ ആഗ്രഹമുണ്ടോ പൈററ്റ് ക്യാപ്റ്റൻ. അത് കേട്ട് ബാക്കിയുള്ളവർ ഷോക്കാവും. ആക്ച്വലി ഇവനും ഒരു പൈററ്റ് ക്യാപ്റ്റനാണ്. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് നേവി ടീംസ് അവരാണെങ്കിൽ അവിടേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ലൂഫിയും ടീമും അവരിപ്പോ ആ ഫ്ലൈങ് ഫിഷ് റൈഡേഴ്സിന്റെ കൂടെ അവരുടെ വണ്ടിയിൽ കയറി അവിടുന്ന് യാത്ര പുറപ്പെട്ട് മുൻപോട്ട് പോവാണ്. അവർ ഫ്ലൈ ചെയ്ത് പോകുന്നോണ്ട് തന്നെ ഇപ്പൊ മറൈൻ ടീംസിന് അവരുടെ പിന്നാലെ പോകാൻ കഴിയില്ല. പക്ഷെ മറ്റൊരു ഭാഗത്ത് ഡുവലിന്റെ വണ്ടി അതിനാണെങ്കിൽ സ്പീഡ് ഒട്ടുമില്ല. സോ ആ ഒരു വണ്ടി ലക്ഷ്യം വെച്ച് നേവി ആൾക്കാര് അവര് ബോട്ടിലൊക്കെ കയറി അങ്ങനെ ഫോളോ ചെയ്ത് വരും. മറ്റൊരു ഭാഗത്ത് ആ ചെമ്പമുടിയൻ പൈറട്ടും അവന്റെ ടീമും അവരാണെങ്കിൽ മരങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ബ്രിഡ്ജ് അത് തകർത്ത് കളഞ്ഞ് ഓരോ ഭാഗത്തേക്ക് ചാടി. പക്ഷെ നേവി ഫോഴ്സ് ആണെങ്കിൽ അപ്പോഴും വിടാതെ വെള്ളത്തിലൂടെയും മരത്തിലൂടെയും ചാടി ഓടി അവരെ ഫോളോ ചെയ്യും. കറക്റ്റ് ടൈം ഒരു ലേസർ പവർ അതാ ചെമ്പമുടിയന്റെ കാലിലൂടെ അങ്ങനെ കടന്നു പോകും. ചോര തുളുമ്പി ഒരുപാട് വേദനയിൽ അവൻ ചുറ്റും നോക്കും. അവൻ കാണും ആ കൂമ. മറ്റൊരു ഭാഗത്ത് ആ മഞ്ഞ ടീഷർട്ടും അവന്റെ ടീമും അവരും നേവി സോൾജിയേഴ്സിനെ തോൽപ്പിച്ച് ബ്രിഡ്ജൊക്കെ ബ്രേക്ക് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ ഭയങ്കര ആവേശം. രക്ഷപ്പെട്ടു പോകുന്നതിന് പകരം അവൻ വീണ്ടും പറയും നമുക്ക് ആ പാർക്കിൽ ഒന്നുകൂടെ പോവാം, എനിക്ക് ആ റൈഡുകളിലൊക്കെ കയറി ഒന്നുകൂടെ എൻജോയ് ചെയ്യണം. അത് കേട്ട് ബാക്കിയുള്ളവരാണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് ചൂടാവും. താഴെ ഡുവലാണെങ്കിൽ അവനവന്റെ ആനിമലിന്റെ ബോഡിയിൽ എക്സ്ട്രാ എന്തൊക്കെയോ ഫിറ്റ് ചെയ്ത് അതിന്റെ സ്പീഡ് കൂട്ടുകയാണ്. അങ്ങനെ അവരും ഇപ്പൊ നല്ല സ്പീഡിൽ കുതിച്ചു പായും. മറ്റൊരു ഭാഗത്ത് ആ കൂമ അവനാണെങ്കിൽ ആ പൈററ്റ്സുകളെ തന്നെ തുറച്ചു നോക്കി നിൽക്കുകയാണ്. ചെമ്പമുടിയനാണെങ്കിൽ ആ മഞ്ഞ ടീഷർട്ടുകാരൻ അവനോട് പറയും ഇവന്റെ കാര്യം അത് ഞാൻ തന്നെ നോക്കും, ഇത്തവണയെങ്കിലും നീ ഇതില് ഇടപെടരുത്. പക്ഷെ മഞ്ഞക്കാരൻ അവനാണെങ്കിൽ അതിന് സമ്മതിക്കാതെ അവനും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വരും. അങ്ങനെ അവർ 2 ടീമും പമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ആ കൂമയെ തകർക്കാൻ ഓടി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.